ഫോട്ടോഷോപ്പിന്റെ ലെയറുകളെ നമുക്ക് 4 തരത്തിൽ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണുള്ളത്. ഈ ലെയർ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അൺലോക്ക് ചെയ്യാം. ഈ ലെയറിനെ നമുക്ക് മൂവ് ചെയ്യാനും മറ്റ് പെയിന്റ് ചെയ്യാനും എല്ലാം സാധിക്കും. ഇവിടെ നോക്കാം, ഇത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അതുപോലെ തന്നെ പെയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, എല്ലാം ഉണ്ട്. എന്നാൽ ചില ഘട്ടങ്ങളെ നമുക്ക് ചില അവസ്ഥകളെ നമുക്ക് ലോക്ക് ചെയ്തിടാനായിട്ട് സാധിക്കും. 4 തരത്തിൽ ഇത് ലോക്ക് ചെയ്യാം. ഒന്നാമത്തേത് കംപ്ലീറ്റ് ലോക്ക്. ഇങ്ങനെ ലോക്ക് ചെയ്യുന്നതിന് ഈ കാണുന്ന ലെയർ പാലറ്റിലെ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് ലോക്കായി. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ലോക്ക് അഴിക്കുകയുമാവാം. ലോക്ക് ഓൾ എന്നാണ് ഇതിന്റെ പേര്. ഈ കാണുന്ന ബട്ടൺ ലോക്ക് പൊസിഷൻ, അതായത് മൂവ്മെന്റിനെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വെളുത്ത താക്കോൽ പൂട്ട് കാണുന്നതാണ്. ഇതിൽ ഒരു ഘട്ടം മാത്രമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥ മാത്രമാണ് ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് ബോക്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇൻഫർമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് അർത്ഥം. ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലോക്ക് അഴിക്കാൻ ആവാം. എന്നാൽ ഈ അവസ്ഥയിലിരിക്കുന്ന അവസ്ഥയിലും നമുക്ക് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ പാർട്ടോ മുഴുവനായിട്ടോ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഇവിടെ ഈ കാണുന്നത് ബ്രഷ്, അതായത് ലോക്ക് ഇമേജ് പിക്സൽസ് എന്നാണ്. അതായത് ഇതിന്റെ പിക്സലുകളെ, അതായത് ചിത്രത്തിന്റെ പിക്സലുകളെ ലോക്ക് ചെയ്യുക. അതിൽ കളർ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കിവിടെ മറ്റേതെങ്കിലും ബ്രഷ് ടൂളോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നമുക്ക് ഒന്നും കളറോ മറ്റോ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ലെയറുകളെ പ്രധാനമായിട്ടും നമുക്ക് ഇതുപോലെ ലോക്ക് ചെയ്തുകൊണ്ട് അതിൽ നമ്മൾ കൊടുക്കുന്ന കളർ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ആ ലെയർ ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കളർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ലോക്കാണ് എന്താ പറയുക, ട്രാൻസ്പെറന്റ് ലോക്ക് അഥവാ ലോക്ക് ട്രാൻസ്പെറന്റ് പിക്സൽസ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എന്താ പറയുക കാണുന്ന പിക്സലുകളിലൊന്നും ഒരു കളറും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഭാഗം അതേപോലെ തന്നെ നിലനിർത്താനായിട്ട് സാധിക്കുന്നു എന്നർത്ഥം. എങ്ങനെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ പെയിന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പെയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നർത്ഥം.